വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. ജവാന്മാർക്ക് വേണ്ടി ഒരു മുറിയും സൗജന്യ ഭക്ഷണവും നൽകുന്ന കഫേ മഖാനിയുമായി പൂവത്തിങ്കൽ വീട്ടിൽ അബ്ദുൾ സലാം ഒരു നാടിന് മാതൃകയാകുന്നു. മഞ്ഞും വെയിലും മഴയും വകവയ്ക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ജീവൻ സംരക്ഷിക്കുന്ന നമ്മുടെ ധീര ജവാന്മാർ ഇന്ന് യുദ്ധം നേരിടുന്ന അവസ്ഥയിലാണ്. ഇവർക്ക് നന്മ പകരാനും പ്രാർത്ഥനയുമായി വർഷങ്ങളായി തൻ്റെ കൊച്ചു കഫേ മക്കാനിയിൽ ഒരു മുറിയും സൗജന്യ ഭക്ഷണവും ഒരുക്കി ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് പൂവത്തിങ്കൽ വീട്ടിൽ അബ്ദുൾ സലാം എന്ന 54-കാരൻ. ഈ കടയിലെത്തുന്ന എല്ലാ പട്ടാളക്കാർക്കും എന്ത് ഭക്ഷണം കഴിച്ചാലും സൗജന്യമാണ്. ഇവർക്ക് വേണ്ടി ഒരുക്കിയ മുറിയിൽ ജവാന്മാരുടെ ഫോട്ടോകളും നമ്മൾ സ്വസ്ഥമായി ഉറങ്ങുന്നത് ഇവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് എന്ന തലക്കെട്ടോടുകൂടി കട്ടൗട്ടും മിലിറ്ററി ഡ്രസ്സിന്റെ കളറോടുകൂടിയ മുറിയും അലങ്കരിച്ചിരിക്കുന്നു. കഫേയിൽ വരുന്ന ആളുകൾ ഈ മുറിയിൽ സന്ദർശിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നു എന്നത് സലാമിന് അഭിമാനം നൽകുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡുകൾ ഇതിനകം ഇദ്ദേഹത്തെ തേടിയെത്തി. മിലിറ്ററിയിലായിരുന്ന സ്വന്തം ജ്യേഷ്ഠൻ പറഞ്ഞ കഥകൾ കേട്ടുവളർന്ന മുഹമ്മദ് അലിക്ക് പട്ടാളം എന്നും ഒരു സ്വപ്നമായിരുന്നു. സാഹചര്യവശാൽ പട്ടാളത്തിൽ പോകാൻ കഴിയാത്തതിനാൽ തന്റെ സ്വപ്നം ഇങ്ങനെ അദ്ദേഹം പൂവണിയിക്കുന്നു. കോവിഡ് പടർന്ന സമയം മുതൽ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും മറ്റും ഈ കടയിൽ കുപ്പിവെള്ളവും ചായയും സൗജന്യമായി നൽകി വരുന്നു. ഇപ്പോൾ അതിർത്തിയിൽ നടന്നു വരുന്ന സംഘർഷത്തെക്കുറിച്ചും യുദ്ധസമാനമായ അന്തരീക്ഷത്തെക്കുറിച്ചും ഇന്ത്യൻ സൈനികരുടെ തിരിച്ചടിയെക്കുറിച്ചും അബ്ദുൾ സലാം അഭിമാനത്തോടെ വാചാലനാകുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ രാജ്യത്തെ സൈനികർ പറഞ്ഞാൽ നമ്മളെ കാര്യം വലിയ ദീർഘവീക്ഷണത്തോടുകൂടി വലിയൊരു കാഴ്ചപ്പാടോടുകൂടി കണ്ടിരിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 7 വയസ്സ് മുതൽ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്കൊരു 5 വയസ്സ് പ്രായമുള്ള സമയത്താണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തതും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തതും. അന്ന് മുതൽ ആണ് എനിക്ക് ഈ രാജ്യത്തെ ഫോഴ്സിനോടുള്ള താല്പര്യം ഉണ്ടായത്. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങളൊക്കെ വളർന്ന് വലുതായതോടുകൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ വളർന്നു വലുതായി. രാജ്യത്തെ സൈനികർക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ ഞങ്ങൾ എല്ലാവിധ സേവനങ്ങളും രാജ്യത്തെ സൈനികർക്ക് 24 മണിക്കൂറും നമ്മുടെ കുടുംബത്തിൽ ആര് വരുന്നുണ്ടോ അവർക്ക് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതേപോലത്തെ ഫെസിലിറ്റിയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക ലഘുലേഖ ഇവിടെ വരുന്നവർക്ക് നമ്മൾ വിതരണം ചെയ്യും. 24 മണിക്കൂറും നമ്മൾ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഒരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പം തന്നെ അറിയാലോ, നമ്മളൊരാഴ്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളത് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയൊരു സംഭവമാണ് ഈ പ്രാർത്ഥന. കാരണം നമുക്കറിയാം, ആയിരക്കണക്കിന് സൈനികരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ സ്നേഹം, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ പ്രാർത്ഥന അവരിലെ ഊർജം പരിമളങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പോൾ അതൊക്കെ അനുഭവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ന്യൂസ് ഡെസ്ക് CCV.